പല സമയങ്ങളിലും കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലൂടെ യാത്ര ചെയ്താൽ പല സുവിശേഷകരും റോഡരികിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന കാണാൻ കഴിയും. തിരുവല്ലയിൽ നിങ്ങൾ ചെല്ലാമെങ്കിൽ കാണാം 1, 2, 3 സുവിശേഷകർ കുടുംബങ്ങളായി തിരുവല്ല ടൗണിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ രാവിലെ 8:30 ആകുമ്പോൾ തിരുവല്ല ടൗണിലെത്തിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ സുവിശേഷകരാണ്. അവർ ഒരു ചെറിയ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഒരു സൈക്കിളിൽ വെച്ച് അവർ പ്രസംഗിക്കാൻ ആരംഭിക്കുക. അന്ന് രാവിലെ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവരെ ബ്ലെസ് ചെയ്യാനായിട്ടൊരു കൃപ ദൈവം എനിക്ക് തന്നു. ഞാൻ അന്നേരം എൻ്റെ മനസ്സിലേക്ക് പോയൊരു ചിന്തയുണ്ട്, ഇവർക്ക് വേറെ ജോലിയില്ലേ, ഇവർക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിച്ചു. കാരണം സുവിശേഷം അറിയുന്ന ഒത്തിരി ആളുകളാണ് തിരുവല്ലയിലുള്ളത്, പിന്നെ എന്തിനാണ് ഇവരിവിടെ കിടന്ന് പ്രസംഗിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചപ്പം എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് തന്ന ഒരു ചിന്ത, നോഹ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ 120 വർഷം പ്രസംഗിച്ചു. ഗ്രാമങ്ങളിലും ടൗണിലും എല്ലാം യാത്ര ചെയ്ത് പ്രസംഗിച്ച് കാണും. മൈക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോളാമ്പി വെച്ച് വിളിച്ചു പറഞ്ഞു കാണും. താനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. തൻ്റെ പ്രസംഗം 120 വർഷം കേട്ടിട്ടും ഒരൊറ്റ മനുഷ്യൻ പോലും താനുണ്ടാക്കിയ പെട്ടകത്തിൽ കയറാനോ വെള്ളപ്പൊക്കം വരുന്നു എന്നുള്ളത് ഗവനിക്കാനോ തയ്യാറായില്ല. അതേസമയം തന്നെ നോഹയ്ക്ക് വിഷമമുണ്ടായി കാണും, ദുഃഖമുണ്ടായി കാണും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ 120 വർഷം നോഹ പ്രസംഗിച്ചത് കൊണ്ട് ആരും രക്ഷിക്കപ്പെട്ടില്ല, ആരും പെട്ടകത്തിൽ കയറിയില്ല. പക്ഷേ വചനം പറയുന്നു, നോഹയുടെ കുടുംബവും രക്ഷ പ്രാപിച്ചു. അല്പജനമെന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നോഹ പോലും ആ പെട്ടകത്തിനകത്ത് കയറാൻ കാരണം ഈ 120 വർഷം വചനം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടാണ്. 120 വർഷം ഈ നോഹ ആ വെള്ളപ്പൊക്കത്തെക്കുറിച്ച്, ആ പ്രളയത്തെക്കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ്. നമ്മളെപ്പോഴും ഓർക്കണം, ചിലർ കർത്താവിൻ്റെ പേരിൽ ചിലരെ ദൈവമാക്കിയിരിക്കുന്നത് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയല്ല, മറിച്ച് സ്വന്തം ജീവിതം ക്രമീകരിക്കാൻ വേണ്ടിയാണ്. സ്വയമായി ഈ വചനം നമുക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തെരുവിൽ പ്രസംഗിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുകയും കുറ്റപ്പെടുകയും ചെയ്യേണ്ട. ഒരു ചെറിയ സഹായം അവർക്ക് ചെയ്തു കൊടുക്കാമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തേര്. അവരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതാണ്. ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ, ആരെങ്കിലും സ്നാനപ്പെട്ടോ, ചോദ്യങ്ങൾ വേണ്ട. ദൈവം അവരെ ഏൽപ്പിച്ചത് അവർ ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ദൗത്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആരോടും ചോദിക്കണ്ട, നിങ്ങൾക്ക് മുൻപോട്ട് പോകാം, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും വ്യക്തമായി, ഏറ്റവും കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരെ കുറച്ച് കാണിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടുമായിരിക്കും. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുക. ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കണം, മറ്റാരെയും കുറച്ച് കാണിക്കണ്ട. അവർ ചെയ്യുന്ന ശുശ്രൂഷ ചെറുതും നിങ്ങൾ ചെയ്യുന്ന വലുതുമല്ല. ശുശ്രൂഷയിൽ എല്ലാവരും തന്നെ ഒരുപോലെ. പൗലോസിൻ്റെ ഭാഷയിൽ നമ്മളെല്ലാം കൂട്ടുവേലക്കാരാണ്. ചിലർ എഴുതുന്നു, ചിലർ പ്രസംഗിക്കുന്നു, ചിലർ മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ പേരുടെ ഭാഗമാണ്. വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരമില്ല. നീ ചെയ്തതാണോ ഞാൻ ചെയ്തതാണോ ശരിയെന്നില്ല. നാം എന്നൊരു കോൺസെപ്റ്റ്, എന്തെങ്കിലും അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകുമ്പോൾ ഞാൻ കൊണ്ടുവന്നതല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ നന്മ, അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. എപ്പോഴാണ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് നാം വ്യഗ്രത കാണിക്കുന്നത്, അവിടെ പരാജയം ഉണ്ടാകും. ഭാര്യ പറയുന്നു എൻ്റെ നേട്ടമാണ്, ഭർത്താവ് പറയുന്നു ഞാനും കൊണ്ടുവന്ന ശമ്പളം കൊണ്ടാണ്. നിശ്ചയമായിട്ടും അവിടെ പരാജയം ഉണ്ടാകും, തോൽവി ഉണ്ടാകും. ഒരുമിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ് എന്നൊരു ബോധ്യം കുടുംബജീവിതത്തിൽ നമുക്കുണ്ടാകണം, സഭയിൽ നമുക്കുണ്ടാകണം. ചർച്ചകളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്, ഞാനാണ് ഈ ചർച്ച മൊത്തം ഓടിക്കുന്നതെന്ന ചിന്തയോടിരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് പാടില്ല. ദൈവം നിങ്ങളെ കുറച്ചു കാലത്തേക്ക് അവിടെ നിങ്ങളെ ആക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ചർച്ചയിൽ ദൈവം തന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റണം. നിങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ സഭയ്ക്കൊന്നും സംഭവിക്കത്തില്ല, നാടിനൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ നിത്യതയിലോ നിത്യനരകത്തിലോ എത്തപ്പെടുമായിരിക്കും. ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഞാനില്ലെങ്കിൽ ലോകം മൊത്തം തിരിഞ്ഞു മറിയും, ഉരുണ്ടു വീഴും എന്നൊരു ചിന്ത പാടില്ല. നമ്മളെക്കാളും പ്രമുഖരും വലിയ ആളുകളും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ മരിച്ചു മൺമറഞ്ഞു പോയിട്ടും ലോകത്തിനൊന്നും സംഭവിച്ചില്ല, കുടുംബത്തിനൊന്നും സംഭവിച്ചില്ല. നിങ്ങളുടെ കട്ടിലും കസേരയും ഒന്നും ഇപ്പോൾ വെറുതെ കിടക്കുന്നില്ല. മറ്റാരോ ആ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യാൻ ഉള്ള വ്യഗ്രത, ഉള്ള വാഞ്ച, താല്പര്യം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരട്ടെ. ഈ ഒരു പകലിൽ ദൈവം നിങ്ങൾക്ക് തന്ന ദൗത്യം എന്താണ്, കർത്തവ്യം എന്താണ്, അത് ചെയ്യാൻ നിങ്ങൾ കഴിയുമോ? ചിലർക്ക് പ്രാർത്ഥിക്കാനാണ് കഴിയുന്നത്, ചെയ്യുക. അത് ചിലർക്ക് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ, അത് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കാതെ ശുശ്രൂഷയിൽ ദൈവം തന്ന ദൗത്യത്തിൽ, ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. നോഹയെ പോലെ ധൈര്യത്തോടെ നമുക്ക് ദൈവവചനം വിളിച്ച് പ്രഘോഷിക്കാം. അതെ, ഒരു അന്ത്യനാൾ വരുന്നു, കർത്താവിൻ്റെ വരവ് ആസന്നമായി. അതിനായി നമുക്ക് ഒരുങ്ങാൻ ദൈവം നമ്മെ പ്രാപ്തമാക്കട്ടെ.